എന്താ സിധു? എന്താ അത്? സഞ്ചയനത്തിന് വേണ്ട സാധനങ്ങളാ. നന്നായി, ഞാൻ പോയി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ടായിരുന്നു. എന്ത് സഞ്ചയനം? അല്ല, ഈ സാധനങ്ങളെ. ഇത് ഞാൻ വാങ്ങിയാന്. ഞാൻ വാങ്ങിയാൽ എന്താ കുഴപ്പം? നിന്നേക്കാളും അവകാശം ഈ വീട്ടിൽ എനിക്കാണെന്നറിയാമല്ലോ. ഏത് വകയില്? വകയും വകുപ്പും ഒക്കെ സൗകര്യം കിട്ടുമ്പോ ഞാൻ പറഞ്ഞുതരാം. എവിടുന്നാണ് ഇത് വാങ്ങിയത് അവിടെ തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തേക്ക്. പെട്ടെന്ന് തിരിച്ചു കൊടുത്ത കാശെങ്കിലും കിട്ടും. സിദ്ധു വാങ്ങിക്കൊണ്ടുവന്ന ഈ സാധനങ്ങൾ വെച്ച് തന്നെ ചടങ്ങുകൾ നടത്തും. അപ്പോഴോ? ഞാൻ അതിന് സമ്മതിച്ചില്ലെങ്കിലോ? നിന്റെ സമ്മതം ആർക്ക് വേണം? അതെ, എല്ലാവരും ഒരേ മനസ്സോടെ പരസ്പരം വഴക്കൊന്നുമില്ലാതെ പ്രാർത്ഥനയോടെ ചെയ്യേണ്ട കർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ സഞ്ചയനം. ആവശ്യമില്ലാത്ത വാശി കാണിച്ച് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കുന്ന ഞാനാണോ? ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ. എന്തുകൊണ്ട് ചോദിച്ചില്ല? ആന പറയെടുക്കാൻ പോകുമ്പോ അമ്പലപ്പറമ്പിൽ തെണ്ടി നടക്കുന്ന തെരുവ് നായോട് അനുവാദം ചോദിക്കാറൊന്നുമില്ല. ആരടി തെരുവ് നായ? നീ തന്നെ. നല്ലതാരാ? മിണ്ടാതെ ഒരു ഭാഗത്തിരുന്ന നിനക്ക് കൊള്ളാം. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എല്ലാം കടിച്ചു പിടിച്ച് സഹിക്കുക ഞാൻ. അത് തെറ്റിയാലുണ്ടല്ലോ പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ലമ്മേ. പ്രശ്നമുണ്ട്. എവനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? സഞ്ചയനം ഞാനല്ലേ നടത്തുന്നത്. ഇവരെന്തിനാ അതിനകത്ത് കയറി ഇടപെടുന്നത്? സഞ്ജയനെ നീയല്ല, സിദ്ധുവ നടത്തുന്നത്. ആരൊക്കെ കൂടിയാ ചെതക്ക് തീ കൊളുത്തിയെന്നറിയാലോ. അന്ന് കർമ്മം ചെയ്തവർ തന്നെയാ കുലകുളി വരെ ബാക്കി കർമ്മങ്ങളും ചെയ്യേണ്ടത്. അത് ഞങ്ങൾ ചെയ്യും. നീ കാഴ്ചക്കാരനായിട്ട് നിന്നാ മതി, വീട്ടുകാരനാവാൻ നോക്കണ്ട. അത് ശരിയാ ശരത്തെ. ദഹിപ്പിക്കുന്ന അന്ന് കർമ്മം ചെയ്തവര് തന്നെയാ സഞ്ചയനത്തിന്റെ കർമ്മങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോ ഇവർക്ക് തന്നെയാ അവകാശം. ചെയ്തോ, എന്ത് വേണേലും ചെയ്തോ. എവനൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് കാണണം. അവസാനം വരെ ഈ ഞാനേ കാണും. നാട്ടുകാരെ കാണിക്കാൻ വന്നവരൊക്കെ പൊടിയും തട്ടി അങ്ങ് പോവും. ശരത്തൊന്ന് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടമ്മേ. വാ. ശരത്തെ, ഈ ആചാരങ്ങളും ശാസ്ത്രവും ഒന്നും തെറ്റിക്കാൻ പറ്റില്ല. അവരിത് ചെയ്തിട്ട് പോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ദോഷം നമുക്ക് തന്നെയാ. എന്നാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയമ്മേ. അതെനിക്കറിയാം. നീ പറഞ്ഞത് തന്നെയാ ശരി. ഇവരൊക്കെ പൊടിയും തട്ടി പോവുകയും ചെയ്യും. നീ തന്നെ അവസാനം വരെ കാണും. ഞങ്ങളുടെ മനസ്സ് നിന്റെ ഒപ്പം തന്നെയാ മോനെ. അതിനൊരു മാറ്റവും ഇല്ല. മതി, ഇത് കേട്ടാ മതി. എന്ത് കർമ്മം ചെയ്താലും എൻ്റെ മോടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കിട്ടണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഗതി വഴുത്തിയവനെ കണ്ടുപിടിക്കണം, ശിക്ഷിക്കണം. ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ അച്ഛാ. ഞങ്ങൾ ആ കേസിന്റെ പുറകെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കും. കൊലയാളി ഏതവനായാലും കണ്ടുപിടിച്ചിരിക്കും. ആദ്യം സുധിമാൻ, ഇപ്പൊ എൻ്റെ നിത്യമൂള്. രണ്ടും ചെയ്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരത്ത് തന്നെ ആകാനാ സാധ്യത. അച്ഛാ, ഞങ്ങൾക്കും അവനെ തന്നെ സംശയം. പക്ഷേ തെളിവ് വേണ്ടേ? അതില്ലാത്തതാണ് പ്രശ്നം. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്താൽ ചെയ്തു. സുധിമോന്റെ ആത്മാവ് ഈ വീട്ടിൽ തന്നെയുണ്ട്. അവന് മോശം കിട്ടണം. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ, എല്ലാം നമുക്ക് ശരിയാക്കാം.
നിങ്ങൾ മാത്രമാണ് ആകെ ഒരു ആശ്രയം. എൻ്റെ ആരോഗ്യമൊക്കെ പോയി മോനെ. എന്നാലും കുറ്റം ചെയ്തവനെ കാണിച്ചു തന്ന അവൻ്റെ കോരവള്ളി നോക്കി ഞാൻ പിടുത്തം പിടിക്കും. അവൻ്റെ പ്രാണനെടുത്തിട്ട് പിന്നെ ഞാൻ ആ പിടുത്തം വിടും. ആ ഒരു ജോലിയാ ഇനി എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത്. അച്ഛ അങ്ങനെ പറയരുത്. അപ്പോ ദേവിക്കോ? അവളും അച്ഛൻ്റെ മോള് തന്നെയല്ലേ? ദേവിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണ്ടേ അച്ഛാ? അതിനല്ലേ മോനുള്ളത്. ദേവിക മോളെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു പേടിയുമില്ല. ചെന്ന് ചേരേണ്ട കൈകളിൽ തന്നെയാണ് എൻ്റെ മോൾ ചെന്ന് ചേർന്നിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ശോഭനം തന്നെയാണ്. എന്നും നല്ലതേ വരും. മോനും എൻ്റെ ദേവിക നോക്കും. ഞങ്ങളുടെ ആ സന്തോഷം കാണാൻ അച്ഛനും ഉണ്ടാവണം. എങ്കിലേ ജീവിതത്തിനൊരു രസമൊക്കെ ഉണ്ടാവും. ആദ്യം ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം.